ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രഭാസ് പ്രകാശ്. ഞാനിപ്പോൾ രാത്രി ഒരു 11 മണിയാവാറായി. വെറുതെ ഇങ്ങനെ ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. റൂമിലിരുന്ന് ബോറടിച്ചു, ഉറക്കം വന്നിട്ട് ഇങ്ങനെ. ഇന്ന് ഞാനൊരു റീൽസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് സൂരജ് എന്ന് പറഞ്ഞല്ലോ ഒരാളുടെ യൂട്യൂബ് ചാനൽ കാണാൻ വഴി ഉണ്ടായി. അതിൽ പുള്ളി ചെയ്യുന്നത് ഫുഡ് ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഐറ്റംസ് എന്തെങ്കിലും ഇങ്ങനെ വഴിയിലൂടെ കൊണ്ടുപോകും. പാവങ്ങളായിട്ടുള്ള ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയാണത് ചെയ്യുന്നത്. അവർക്കൊരു കഷ്ണം, സപ്പോസ് തണ്ണിമത്തനായാലും എന്തായാലും കഴിച്ചിട്ട് ഒരു കഷ്ണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു 10 ആയാലും അതിന് 100 രൂപ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നൊരു വീഡിയോ ഞാൻ ഇങ്ങനെ കണ്ടതിൽ ഒരു അമ്മച്ചി അവർ വന്നിരിക്കുന്നത് കുറച്ച് മെഴുകുതിരിയായിട്ട് ഒരു പള്ളിയുടെ അവിടെയാണ്. അപ്പോൾ അവർ ആഴ്ചയിൽ അങ്ങനെ കച്ചവടത്തിന് വരുന്നതാണ്. അപ്പോൾ അവർ പോയപ്പോഴാണ് പുള്ളിക്കാരൻ ഇങ്ങനെ പറഞ്ഞു. അവർ മടിച്ച് എന്തായാലും ഒന്നെടുത്ത് കഴിച്ചു. അവരെ കൊണ്ട് ഒത്തിരി കഴിക്കാൻ പറ്റത്തില്ല. അതുമല്ല, ഈ അറിയാമല്ലോ, ചൂട് സമയമാണെങ്കിലുള്ള ദാഹവും വിശന്നും പോകുന്നതായിരിക്കാം. പക്ഷെ അത് അവരുടെ അടുത്ത് കഴിച്ചു. 1-2 കഷ്ണം കഴിച്ചിട്ട് ആ സമയത്ത് അവർക്ക് അവർ 100 വിചാരിച്ച് ഞാൻ 1000 എടുത്ത് കൊടുത്തു. അപ്പോൾ അവരുടെ ഒരു സന്തോഷം, അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര ഒരു ഇതായി. അതുപോലെ തന്നെ ഒരു ചേട്ടൻ ഇങ്ങനെ റോഡിലൊരു ബാഗുമായിട്ട് പോയാണ്. ഒരു കവറിൽ അതിൽ കുറേ നമ്മളെ കുപ്പികളൊക്കെ പറക്കുമല്ലോ, ആക്രി പറക്കിക്കൊണ്ട് പോയപ്പോഴാണ് പുള്ളി ഇതുപോലെ ഒരു 50 രൂപ തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, നോർമൽ ആൾക്കാരാണെങ്കിൽ ഇല്ല, അത് നല്ല ഷർട്ടൊക്കെ പാൻറ്റൊക്കെ അല്ലേ, അപ്പം എന്തായാലും ഒഴിഞ്ഞു മാറും. പക്ഷേ പുള്ളി പറഞ്ഞത് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യൂ, ഞാൻ അപ്പുറത്ത് പോയി ഇത് കൊടുത്തിട്ട് വന്നിട്ട് തരാമെന്ന് പറഞ്ഞിട്ട്. അപ്പം പുള്ളി ഇപ്പോൾ ആരായാലും ഒഴിയാൻ വേണ്ടി പറയുന്നതെന്നല്ലേ വിചാരിക്കും. അങ്ങനെ പുള്ളി പോയി ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും വന്ന് 50 രൂപ കൊടുത്തു. അപ്പോൾ സൂരജ് എന്ന് പറഞ്ഞ പുള്ളി അയാളെ ഒന്ന് പരീക്ഷിച്ചതാണ്. പക്ഷേ പുള്ളി വന്നിട്ട് അത് കൊടുത്തു. അപ്പം പുള്ളിക്ക് സന്തോഷമായി. കൊടുത്തിട്ട് തിരിച്ചങ്ങ് പോവുകയാണ് ചെയ്യുന്നത്, ഒന്നും നിൽക്കാതെയും ഒന്നും പ്രതീക്ഷിക്കാതെയും. അപ്പം പുള്ളി വന്നിട്ടൊരു പൈസ എടുത്ത് കൊടുക്കാൻ ഒരു കാരണവശാലും പുള്ളി വാങ്ങുന്നില്ല. നിങ്ങളാദ്യം പോയി നിങ്ങളെ കാര്യം നടത്തുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതെടുത്ത് പുള്ളിയുടെ പോക്കറ്റിൽ വെച്ച് കൊടുത്തു. പുള്ളിയുടെ കണ്ണ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒത്തിരി നല്ല മനുഷ്യർ നമ്മളെ ഈ കാലത്ത് കുറേ പൈസയ്ക്ക് വേണ്ടി പൈസയുടെ ബാക്കിൽ നിന്ന് ഓടുന്ന ഒത്തിരി ആൾക്കാരുണ്ടല്ലേ. അതിൻ്റെ ഇടയ്ക്ക് എന്താ സാധാരണ ഒന്നും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ ജീവിക്കുന്ന കുറേ ആൾക്കാർ, എന്തും കൊടുക്കാൻ വേണ്ടി, ആരുടെ സഹായിക്കാൻ വേണ്ടി. അപ്പോൾ അതുപോലെ ആവണം നമ്മളെല്ലാവരും. ഞാൻ ഇതെല്ലാം പറയാൻ കാരണം, നമ്മളെല്ലാവരും പൈസയ്ക്ക് വേണ്ടി ഓടുന്നു. ഇല്ലെങ്കിൽ നമ്മളിപ്പം പ്രവാസികളായാലും നാട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മളൊരു സൈഡിൽ എന്തെങ്കിലും സാധനം വെച്ച് കൊണ്ടിരിക്കുകയായിരിക്കും. അവർക്ക് കട കാണത്തില്ല. ഇപ്പം കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് റോഡിലിരുന്ന് വിൽക്കുന്നവർ നമ്മളാരും മൈൻഡ് ചെയ്യാറില്ല. അവരെല്ലാം അന്നുള്ള ചിലവിന് വേണ്ടി വിൽക്കാതിരിക്കുന്നതായിരിക്കും. ഇല്ലെങ്കിൽ ഒരു പയറല്ലെങ്കിൽ ചീര വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ അവർക്ക് എന്ത് ചെയ്യും, നമ്മൾ അവരോടെല്ലാം ബാർഗെയിൻ ചെയ്യാറുണ്ട്. പണ്ട് എനിക്കും ഉണ്ടായിരുന്ന ഒരു തുടക്കത്തിൽ നാട്ടിൽ പോകുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങണേ, കളിപ്പാട്ട മോക്ക് വേണ്ടി വാങ്ങുമ്പോൾ അവർ 50 പറയുമ്പോൾ ഞാൻ അതിനെ 30 ചോദിക്കും. പിന്നെ ഞാനിങ്ങനെ ആലോചിച്ചു, അവർ ആകെ കിട്ടുന്ന കച്ചവടം ചിലപ്പം 300 അല്ലെങ്കിൽ 500 ആയിരിക്കും. നമ്മൾ ചെന്ന് ബാർഗെയിൻ ചെയ്ത് പിന്നെ ഞാനിപ്പം പോകുമ്പോഴെല്ലാം 30 പറഞ്ഞാൽ 30 കൊടുക്കും, അല്ലെങ്കിൽ 10 അല്ലെങ്കിൽ 20 എക്സ്ട്രാ ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കും കയ്യിലുള്ളത്. നമ്മളങ്ങനെയൊക്കെ ചെയ്യണം, പറ്റുമെന്നുള്ളവരെ സഹായിക്കുക. അപ്പം ചോദിക്കും, ആൾക്കാർ ചോദിക്കും നിങ്ങൾ സഹായം. ഞാൻ പറ്റുമെന്നുള്ളത് നാട്ടിൽ പോകുമ്പോൾ ചെയ്യാറുണ്ട്. ഇനിയും കൂടുതൽ ക്യാഷ് കിട്ടുകയാണെങ്കിൽ പിന്നെ പറ്റുന്നത് ഞാൻ സഹായിക്കും. അതുപോലെ എല്ലാവരും ആൾക്കാരുടെ കരുണ കാണിക്കുക. അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ പോലും ഒരുത്തൻ വഴിയിൽ നിന്ന് ക്ലീനിങ് ചെയ്തുകൊണ്ട് അവരുടെ അടുത്ത് ഒന്ന് മുഖത്ത് നോക്കി ചിരിച്ചാൽ മതി, അത് തന്നെ വലിയ സന്തോഷമായിരിക്കും അവർക്ക്. ചിലവർ എല്ലാവരും സാധാരണ ആൾക്കാരെ സഹായിക്കുക.
പറ്റുമെങ്കിൽ അവർ ഒരു സാധനം വിൽക്കുന്നെങ്കിൽ ഒരുപാട് ബാർഗെയിനൊന്നുമില്ല. അതും വയസ്സായ ആൾക്കാരാണെങ്കിൽ അവരുടെ സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങുക, വഴിയിലൊക്കെ വെച്ചുകൊണ്ടിരിക്കുക. മഴ സമയമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവർക്കൊന്നും വിറ്റുപോകാതെ പോകുന്ന സമയങ്ങൾ കാണും. അന്നേരവും നമുക്ക് പറ്റുന്നതുണ്ടെങ്കിൽ അവരെ ഒന്നും പറ്റുന്ന സാധനങ്ങൾ വാങ്ങിച്ച് സഹായിക്കുക. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഗുഡ് നൈറ്റ്, ഗുഡ് ബൈ.